ഇത് നമ്മളെ ആര്യവേപ്പിൻ്റെ ഇല കൊള്ളുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നാടൻ ആര്യവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ ഈ നാടൻ ആര്യവേപ്പിൻ്റെ ഇല എന്താന്ന് പറഞ്ഞാൽ നല്ല മണം ഉണ്ടാവും, ഗുണവും ഉണ്ടാവും. പുറമെ നിന്നൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബൾക്കായിട്ട് നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല കിട്ടും. പല സ്ഥലങ്ങളിലും അന്യ സംസ്ഥാനത്തൊക്കെ ഈ ആര്യവേപ്പിൻ്റെ ഇല കൃഷിയായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ നല്ല സ്മെല്ലും ഗുണവും നമുക്ക് നമ്മൾ നാടൻ ആര്യവേപ്പിലയിൽ കിട്ടുന്നുണ്ടെന്നാണ് വിദഗ്ധരായ ആളുകൾ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ നാടൻ ആര്യവേപ്പില കൊണ്ടുവന്നതാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ആര്യവേപ്പില കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം സോർട്ട് ചെയ്യും. ഇതിൽ ഒരു പക്ഷേ ഇതുപോലെ ഇങ്ങനെ വാടിയതും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി 3 പ്രാവശ്യം ഞങ്ങൾ കഴുകും. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകി അതിനെ ഫിൽറ്റർ ചെയ്ത് പിന്നെ വീണ്ടും നമ്മൾ ഈ ട്രേകളിലൊക്കെ ഇട്ട് വെള്ളമൊക്കെ വാർന്ന് അങ്ങനെ നമ്മൾ അറൗണ്ട് 3 പ്രാവശ്യം കഴുകും. അപ്പോൾ 3 പ്രാവശ്യം കഴുകി വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഡീഹൈഡ്രേറ്റ് ചെയ്യുകയാണ്. വെളുത്തിട്ട് ഉണക്കുകയല്ല, ഡീഹൈഡ്രേറ്റ് ചെയ്യുക പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം ഈ ഇലകളിൽ നിന്ന് മാറ്റിയിടുക. അതായത് ഗുണം ഒട്ടും നഷ്ടപ്പെടാതെ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ടും മാറ്റി അത് പൊടിച്ചാണ് നമ്മുടെ പല ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ ഔഷധ ഗുണമുള്ളൊരു ആര്യവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു പ്രൊസീജിയർ ചെറിയ രൂപത്തിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെ കഴുകുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുക എങ്ങനെയാണോ നമ്മൾ ചെയ്യുക ആ രൂപത്തിലാണ് നമ്മളിതിനെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഏത് രൂപത്തിൽ നമ്മൾ വൃത്തിയാക്കുന്നോ ആ രൂപത്തിൽ തന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് നമ്മളിതിൻ്റെ എല്ലാ പ്രൊസീജിയറും വളരെ ക്ലീനായിട്ട് ഹൈജനിക് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വെള്ളമെല്ലാം വാർന്ന ശേഷമാണ് നമ്മളെ ഡീഹൈഡ്രേറ്റിംഗ് മെഷീനിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. കാണിക്കാം, ഇത് കഴിഞ്ഞിട്ട് നമുക്കത് വീഡിയോയിൽ കാണുകയും ചെയ്യും. ഇപ്പോൾ അങ്ങനെ കഴുകി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ 3 പ്രാവശ്യത്തോളം കഴുകും. അപ്പോൾ ഇതിൽ 1 പ്രാവശ്യം കഴുകി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് വീണ്ടും ഓരോന്നും 3 ടൈംസ് ഇങ്ങനെയായാലും നമ്മൾ കഴുകുക. അപ്പോൾ അതിലുള്ള ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മൾ ഇലകളെല്ലാം നമ്മൾ സോർട്ട് ചെയ്യും. അതായത് വാടിയ ഇലകൾ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ആണ് നമ്മളത് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇത് ഫസ്റ്റ് ടൈം ഒറ്റ പ്രാവശ്യം കഴുകുന്നതിനാണ് കുറച്ച് കഴുകിയിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്കതിൻ്റെ അഴുക്ക് നമുക്കതിൽ കാണാൻ പറ്റും. നോക്കിയാൽ വെള്ളത്തിൻ്റെ അഴുക്ക് കണ്ടില്ലേ, കണ്ടോ, നല്ല അഴുക്കുണ്ടാവും. അപ്പോൾ ഈ അഴുക്കെല്ലാം ഇതിപ്പോൾ ഒരു പ്രാവശ്യം കഴുകിയിട്ടുള്ളൂ. ഇങ്ങനെ ഞങ്ങൾ മൊത്തം 3 പ്രാവശ്യമെങ്കിലും കഴുകാതെ ഞങ്ങൾ ഡീഹൈഡ്രേറ്ററിലേക്ക് കൊണ്ടുപോകാറില്ല. അപ്പോൾ ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല ഇങ്ങനെ കഴുകി ഉണക്കി ഡീഹൈഡ്രേറ്റ് ചെയ്ത് പൊടിക്കേണ്ട ആവശ്യം എന്താണെന്ന് നമുക്ക് ചോദ്യം ഉണ്ടാവും. കാരണം നമുക്കിപ്പോൾ ഉണങ്ങിയ പൊടി കിലോക്ക് റെഡിയാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു അനുഭവത്തിൽ ഉണ്ടായതെന്ന് വെച്ചാൽ ഇപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ തപ്പിയാൽ ഈ ആര്യവേപ്പിൻ്റെ ഇലയുടെ പൗഡർ കിട്ടും, അതിൻ്റെ ഓയിൽ കിട്ടും, അതിൻ്റെ എക്സ്ട്രാക്റ്റ് കിട്ടും, ആര്യവേപ്പ് മരത്തിൻ്റെ തൊലിയുടെ ഓയിൽ കിട്ടും, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. പക്ഷെ നമുക്ക് കിട്ടുന്ന ഈ പൗഡറിൽ നിന്ന് അത് ശരിക്കും അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് പൊടിച്ച് നമുക്ക് തരികയാണോ എന്ന് നമുക്ക് ഒരാളെയും നമുക്ക് അങ്ങനെ ആ രൂപത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. അപ്പം നമ്മളൊരു സംഗതി ഉണ്ടാക്കുമ്പോൾ ആര്യവേപ്പിൻ്റെ പൗഡർ ഇടുന്നുണ്ടാവും, പക്ഷെ നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നുണ്ടാവില്ല. നമ്മൾ ഏത് വിഷയത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴും അത്രയും കോൺഫിഡൻ്റ് ആയ രൂപത്തിൽ ഉള്ള ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധിക്കണം. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങനൊരു പല സംഗതികൾ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഗുണം മാക്സിമം കസ്റ്റമേഴ്സിന് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആ നിലക്ക് അത് ഈ ആര്യവേപ്പിൻ്റെ ഇല എന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ക്യാരറ്റ്, ബീട്രൂട്ട്, പച്ചമഞ്ഞൾ, കാട്ടുമഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, പിന്നെ അങ്ങനെ തുടങ്ങി ബനാന, കുട്ടികൾക്കുള്ള പൗഡർ, ഇങ്ങനെ എല്ലാ സംഗതിയും അത് 99% അതായത് നമ്മളെക്കൊണ്ട് അതിൻ്റെ ഫ്രഷ് വാങ്ങിച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന സാധനമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, അത് നമ്മൾ പറയുന്ന ആ ഒരു കോൺഫിഡൻസിൽ കസ്റ്റമേഴ്സിന് അത് ഉപകാരം കിട്ടണം എന്നുള്ളൊരു ഉറപ്പ്, ആ ഒരു സംതൃപ്തി, അത് സത്യത്തിൽ ഇങ്ങനെ തന്നെ കൊടുക്കുമ്പോഴേ കിട്ടുന്നുള്ളൂ. കാരണം മാർക്കറ്റിൽ നിന്ന് പലപ്പോഴും പല സാധനങ്ങളും വാങ്ങിക്കുമ്പോഴും സാധനം കിട്ടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഗുണം പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് വാസ്തവം.
അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കും ആര്യവേപ്പിൻ്റെ ഇലക്ക് ഇഷ്ടംപോലെ പൗഡർ കിട്ടാനുണ്ടല്ലോ, അപ്പം ക്യാരറ്റ് ആവട്ടെ എന്ത് സാധനം ആവട്ടെ കിട്ടാനുണ്ടല്ലോ, അപ്പോൾ അതങ്ങ് വാങ്ങിയിട്ടാൽ പോലെ. അങ്ങനെയൊക്കെ നമുക്ക് പലരും ചെയ്യുന്ന നമുക്ക് കാണാനും സാധിക്കും. പക്ഷെ ഞങ്ങൾ ചെയ്യാനുള്ള കാരണം ഇതാണ്, അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും വേണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 3 പ്രാവശ്യം ആര്യവേപ്പിൻ്റെ ഇല നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം വാർന്ന് ഇനി ഞങ്ങൾ അതിനെ ഒരു ഡീഹൈഡ്രേറ്ററിലേക്ക് ഇട്ടിട്ട് പിന്നെ ഉണക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് അതിലേക്ക് ഞങ്ങൾ കുറച്ച് ഡീഹൈഡ്രേറ്ററിൻ്റെ ട്രേയിലേക്ക് ഇങ്ങനെ കുറച്ച് ഇടുകയാണ്. അപ്പോൾ ഈ കമ്പുകളൊക്കെ നമ്മൾ പിന്നീട് മാറ്റും. ജസ്റ്റ് ഒരു നോർമൽ ഡ്രൈനെസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇലകൾ സെപ്പറേറ്റ് ആക്കുകയും അപ്പം ഈ വലിയ കമ്പുകളൊക്കെ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലെ ജലാംശം മുഴുവൻ ബാഷ്പീകരിച്ച് ഏത് വസ്തുവിൻ്റെ ഇപ്പം നമ്മുടെ ഇലനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഗുണമോ മറ്റൊന്നും തന്നെ നഷ്ടപ്പെടാതെ നമുക്കതിൻ്റെ പൂർണ്ണ ഗുണത്തോടു കൂടി നമ്മൾ അതിനെ പൊടിയാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റേത് നമ്മൾ അതിൻ്റെ വല്ലാതെ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളും ഒരുപക്ഷെ നഷ്ടപ്പെട്ടു, ഓവർ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഡീഹൈഡ്രേറ്റർ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ജലാംശം പൂർണ്ണമായി മാറ്റിയെടുത്ത് നല്ല ഫൈൻ പൗഡറാക്കി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ആര്യവേപ്പിൻ്റെ ഇല നമ്മൾ തന്നെ ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിന് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കാൻ പോവുകയാണ്. ഡീഹൈഡ്രേറ്റ് ചെയ്ത, അതായത് എല്ലാ ഗുണങ്ങളും നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ ആര്യവേപ്പിൻ്റെ ഇല നമ്മൾ തന്നെ ഉണക്കിയെടുത്ത ഒരു ചെറിയ ബാച്ചാണിത്. വീഡിയോ കാണിക്കാൻ വേണ്ടി ചെറിയൊരു ബാച്ച് തയ്യാറാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പൊടിക്കാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച ആര്യവേപ്പിൻ്റെ ഇല കംപ്ലീറ്റ് പൊടിച്ച്, പൊടിയായപ്പോൾ വളരെ കുറച്ചേ കിട്ടിയുള്ളൂ, കണ്ടില്ലേ? അപ്പോൾ എങ്ങനെ പോയാലും ഒരു കിലോ ആര്യവേപ്പിൻ്റെ പൗഡർ കിട്ടണമെങ്കിൽ ഒരു 6 കിലോ 7 കിലോ അതിൻ്റെ ഇല, പച്ച ഇല പൊടിച്ചാലേ നമുക്ക് 1 കിലോ ആര്യവേപ്പിൻ്റെ ഇല ഇതുപോലെ ഫൈനായിട്ട് നല്ല ഉണങ്ങിയത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ.